ഇന്നൊരു സംഭവം ഉണ്ടായി. സംഭവം കുറച്ച് ക്രിഞ്ചാണെങ്കിലും എനിക്കത് വലിയ സംഭവമാണ്. കാരണം കുറച്ച് ഹോസ്റ്റലാണല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് കല്യാണം ഹൈപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ നിൽക്കാം, ബില്ലിങ്ങിന് അവിടെ നിൽക്കാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നിന്ന് ചേച്ചി വേഗം ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ സുഖമാണോ. അപ്പോൾ ഞാൻ ആണ് സുഖമാണ് കൈയൊക്കെ തന്നിട്ട് സംസാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഒരു ശരത്ത് നിൽക്കുന്നുണ്ട്. ശരത്ത് പറഞ്ഞാണ് സെലിബ്രിറ്റി ആയില്ലേ അങ്ങനെ അങ്ങനെയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുകൊണ്ട് സെലിബ്രിറ്റി ആയില്ലേ കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര സംസാരം. പിന്നെ ആ ചേച്ചി പറഞ്ഞു അനിയനൊക്കെ എങ്ങനെയുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു, രേണുവിന് എങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി രേണു സുധീൻ്റെ മലയാളം വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന്. ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് പോയി. ആ ചേച്ചി നേരെ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാം ഇതാ രേണുസുദ്ദീന് മകൻ പോകുന്നത്. അപ്പോൾ ആ ചേച്ചിക്കൊന്നും മനസ്സിലായി ആരാ. എന്നിട്ട് അവരെന്നെ രണ്ടാമത് വിളിച്ചിട്ട് ഇങ്ങനെ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം രേണുസുദ്ദീൻ്റെ മാനാണ് കിച്ചോൺ എന്നൊക്കെ വേണ്ടി. അപ്പോഴും ഞാൻ മാറ്റാൻ നിന്നില്ല. പിന്നെ എനിക്ക് തോന്നി വേണ്ട ശരിയല്ലല്ലോ പറഞ്ഞിട്ട് ആ ചേച്ചി ഫോണൊക്കെ എടുത്തപ്പോഴും ആ ചേച്ചി വേണ്ട ഞാൻ കിച്ചു അല്ല, എല്ലാവരും ഇങ്ങനെ പറയാണ്ട് ഞാൻ കിച്ചു ആണെന്ന്. പക്ഷേ ഞാൻ കിച്ചു അല്ല, കിച്ചുവിനെ പോലെ ഉണ്ട്. സോഷ്യൽ മീഡിയയിലായാലും നേരിട്ടായാലും കുറേ പേര് പറയാണ്ട് ഞാനും പറഞ്ഞു എന്താ ചെയ്യുക, സെലിബ്രിറ്റി ആയില്ലേ.